കാപ്പിക്കട അടയ്ക്കാൻ പോകാൻ കമലെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. അല്ല, ഫോൺ വരുന്നു. അച്ഛാ പറ. എന്താ സാറേ, സംസാരിച്ചോ? അതെ രജനി. ഇഷ്ടമായെന്ന് പറഞ്ഞോ? എന്റെ ആളല്ല രജനി. പിന്നെ പരിചയപ്പെട്ടയാളോ? അങ്ങനെയല്ല. സോറി ട്ടോ, നിങ്ങളെ എന്നെ കാണാൻ വന്ന ചെറുക്കനാണെന്ന് ഓർത്തിട്ട്. അയ്യോ, ഞാൻ കല്യാണ ചെറുക്കല്ല, ഞാനങ്ങ് കാരാപ്പ. അല്ലല്ല, നിങ്ങളുടെ തെറ്റല്ല. ഞാനെന്തോ നിങ്ങൾ കോഫി കുടിക്കുന്നേ. കുടിച്ചോളാം. എനിവേസ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. അങ്ങനെ ആയിക്കോട്ടെ. അതല്ല, നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്തേ? അയ്യോ, അതൊരു വലിയ കഥയാണ്. ഒരു ബ്രോക്കറിനെ കാണാൻ വേണ്ടി പോയതാ. അവന്റെ ഭാര്യ എന്നെ ലൈൻ അടിക്കുന്നു പറഞ്ഞ് എന്നെ പൊക്കി അകത്തിട്ടു. ഓ, അയാളായിരുന്നോ? അയാളൊരു വലിയ സംശയരോഗിയാ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മാഡം. മാഡം നോ, പേര് വിളിക്കാലോ എന്നെ. എന്നാ വരട്ടെ അനുഷ്കേ. എക്സ്ക്യൂസ് മീ. ആ പെണ്ണ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളെ കണ്ട എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടാവും, ഇൻക്ലൂഡിംഗ് മീ. ഇത് അവള് പറഞ്ഞതാണോ അതോ നീ കൈ നിട്ട് പറഞ്ഞതാണോ? എന്താ രജനി, ഇതിലേക്ക് ആരെങ്കിലും കള്ളം പറയൂ? ഈ വിഷയത്തിൽ ചിലപ്പോൾ കമൽ സാർ കള്ളം പറയുമായിരിക്കും. കണ്ടോ, കഴുകിയിട്ടും കയ്യിലുള്ള മണം പോകുന്നില്ല. അതാണ് ചേച്ചിയുടെ കൈപുണ്യം. അതുകൊണ്ട് ചേച്ചിയുടെ കാലം കഴിഞ്ഞാലും ചേച്ചിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കണം, അതെന്റെ ഒരു ആഗ്രഹം. കമൽ, നിങ്ങൾ മിനിസ്റ്ററെ കാണാൻ പോകുന്നില്ലേ? ഈ പ്രതിമ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? എന്താ രജനി ഇത്? സോറി കമൽ സാർ, നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങൾ നിങ്ങളുടെ ലവറെ കണ്ടായിരുന്നോ? അനുഷ്കയുടെ അടുത്ത് ഒരു ദിവസം എനിക്ക് ഫോൺ വന്നു. ഹലോ കമൽ, ഞാൻ അനുഷ്കയാണ് കേട്ടോ. എൻ്റെ കല്യാണം നിശ്ചയിച്ചു. സോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും EC41 പാർട്ടി കൊടുക്കുന്നുണ്ട്. ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും വരണം. അനുഷ്ക ഒരു പാർട്ടിക്ക് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ രജനി? അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിക്ക് പോയത്. അവിടെയാണ് ആൻഡ്രിയെ കണ്ടത്. നിങ്ങളൊരു ഭയങ്കര ആള് തന്നെയാ. വെള്ളി പേപ്പറിൽ ചുറ്റിയ രസഗുള പോലെ ഉണ്ട്. അതിനെ കായ്ക്കൊടുന്ന വെച്ച് ഉരുട്ടിയല്ലോ. രജനി, അതും എന്റെ ആളല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തെടുത്താലും അപശകുനം പോലെ എന്റേതല്ല എന്ന് പറഞ്ഞ് ഒഴിയുവാണോ? അല്ല രജനി, ആൻഡ്രി എന്നെ കോളേജിലെ ഫംഗ്ഷന് വിളിച്ചല്ലോ. അതിന് ഞാൻ പോയപ്പോഴത്തേക്ക് തകഴി സാറിന്റെ നോവലിൽ പോലും രണ്ടാമത്തെ പേജിൽ ഹീറോയിൻ ആരാന്ന് പറയും. നീ എന്താണെന്ന് വെച്ചാൽ ബബിൾഗം പോലെ ഇട്ട് വലിക്കുക. ഇല്ല രജനി, ഞാൻ ഈ പ്രാവശ്യം എന്റെ ആളെ കണ്ടു. സാർ, എനിക്കൊന്ന് കേൾക്കണം. അയ്യോ രജനി, ഒന്ന് കേക്ക്. എന്റെ ആളെ കണ്ടു. അയ്യോ രജനി, ജെയിൻ കോളേജിൽ എന്റെ ആളെ പഠിക്കുന്നത്. ജെയിൻ കോളേജ്? അതെ രജനി, എന്റെ ആളും ജെയിൻ കോളേജിലാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ആള് എന്തിനു പഠിക്കുക? BSc മാത്സ് രജനി. BSc മാത്സോ? അതെ രജനി. ഏത് വർഷം കമലെ? ഫൈനൽ ഇയർ. അയ്യോ, എന്റെ ആളും ഫൈനൽ ഇയർ ആണല്ലോ. രജനി, നമുക്കിടയിലെ വേവ് ലെങ്ത് കണ്ടോ? വേഗുന്ന ലെങ്ത്, വേഗത്തെ ലെങ്ത് അത് കളാ. നെഞ്ചു കിടന്ന് പടയ്ക്കുക. നിന്റെ ആളാരെന്ന് കൃത്യമായിട്ട് പറ. അയ്യോ, നോ കമൽ. എന്തു പറ്റി രജനി? കമലെ, അവളാണ് നിന്റെ ആളെന്ന് പറയല്ലേ? ചേച്ചേ, അതൊന്നും എന്റെ ആളല്ല. അവളെയൊക്കെ ആരെങ്കിലും നോക്കുമോ? ഞാൻ നോക്കും കമൽ. 5 വർഷമായിട്ട് പ്രേമിക്കുക, ജീവന് തുല്യം. അതും ഒരു തരത്തിൽ സൗന്ദര്യം. കമലെ, നാണം കെടുത്തിട്ട് വെറുതെ മുടന്തനായും പറയാതെ നിന്റെ ആളാരെന്ന് പറ. സാറേ, ഒന്ന് താണിരിക്കണം. എടോ, ഇനി ഞാൻ അങ്ങോട്ട് പോവാനാ. കാണാൻ മേലടോ. അയ്യേ, ഇത് ആന്റി ലവ് ആണോ? അല്ലല്ല, അടുത്ത അവളുടെ മകളുണ്ട്. അമ്മായി. അമ്മായിയുടെ മോക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കഥ പറച്ചില്. എന്റെ കമലെ, അത് വളച്ചു കെട്ടാതെ പറഞ്ഞുകൂടായിരുന്നു? എന്താ രജനി മുറപ്പെണ്ണിനെ സാധാരണയായിട്ട് കാണുന്നത്? അമ്മായിയുടെ മകളാണല്ലോ. അവളെ കണ്ടിട്ട് 15 വർഷമായി. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു അറിയോ? എല്ലാം എനിക്കറിയാം. കള്ളിമുള്ളിന്റെ ഇലയെ പോലും 2 പേരെ പേരെഴുതുമായിരുന്നു. പനങ്ക ചുട്ട് നിന്നിട്ടുണ്ട്, നീ പച്ചപ്പള്ളി പറിച്ചു കൊടുത്തിട്ടുണ്ട്,
തേഞ്ഞു തീർന്ന സൈക്കിൾ ടയർ ഓടിച്ച് നടന്നിട്ടുണ്ട്, നെറ്റിയിൽ ഭസ്മം തൊടിച്ചിട്ട് അത് ഊതി വിട്ടിട്ടുണ്ട്. ഇതുപോലെ ഗ്രാമത്തിലുള്ള കുട്ടികളെല്ലാം ചെയ്യുന്നത് നീയും ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയാൻ പോകുന്നത്. ഇത് കേട്ട് കേട്ടന് ചെവിക്കല്ല് പൊട്ടി. വല്ല പുതിയതുണ്ടേ പറ. ഏതാ ചേട്ടാ, ഇതാണോ? അതല്ല, അതിന്റെ അടുത്തിരിക്കുന്ന കുപ്പി എടുക്കുക. അതെടുക്കുന്ന. ആ എടാ ശിവ, ബാക്കി വാങ്ങിച്ചോളൂ. ശരി ചേട്ടാ. ആ നിനക്ക് വാങ്ങിച്ചല്ലോ. ആ വാങ്ങി വാങ്ങി. കമൽ 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 അവിടെ നിക്ക്. കമൽ ഞാനും മന്ത്രിയായിട്ട് വളരെ അടുപ്പത്തിലാ. പിന്നല്ലാതെ ആദ്യം നീ ഒരു കുപ്പിക്ക് പറ. എടാ ഒരു കൊള്ളു വെള്ളം എടുക്ക്. കമൽ കമൽ ഞാൻ കമൽ മര്യാദക്കിരുന്നോണം. കൊല്ലുന്നില്ല ഞാൻ. കമൽ സാറേ, വാതോരാതെ സംസാരിക്കുന്ന ആളല്ലായിരുന്നോ? എന്താ പെട്ടെന്ന് മൗനം പാലിച്ചത്? വിട്ടുകള സാറേ. രാഷ്ട്രീയക്കാർക്ക് കൊടുത്ത പണവും കടലിലൊഴുക്കിയ അസ്ഥിയും ഒരുപോലെ തന്നെ തിരിച്ചു കിട്ടത്തേയില്ല. നിങ്ങളുടെ സ്വത്തിന് 7 തലമുറയ്ക്ക് കബളിപ്പിക്കപ്പെടാം. ഈ നക്കാപ്പിച്ച കാശിന് ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? അല്ല രജനി. വിട്ടേര് കമൽ സാറേ. അത് ഡബ്ബ് ഇവാൾ ഒസ്തുതി റേപ്പ് വെളി പോത്തുന്തി എന്ന് വെച്ചാ കാശ് ഇന്ന് വരും നാളെ പോകുന്നുള്ള സത്യം ഞാൻ തെലുങ്കി പറഞ്ഞതാ. അതെന്തിനു തെലുങ്കിൽ പറയുന്നത്? മലയാളത്തിൽ എല്ലാവരും പറയുന്നല്ലേ കമലെ? അതെ, പിന്നെ കമലിന്റെ ആളുടെ പേരെന്താ? ശ്രീദേവി. കൊള്ളാലോ. കമല് ശ്രീദേവി കൊള്ളാവല്ലോ. അടിപൊളി കോമ്പിനേഷൻ. അത് സത്യ. ആ കോമ്പിനേഷൻ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഗെറ്റപ്പില് അവളുടെ വീട്ടിലേക്ക് പോയി. ഒരു കാര്യം പറയട്ടെ കമലെ, ഇപ്പൊ ഒരു ചെറിയ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കും, അതിലൊരു മുഖം കാണും. അതല്ലേ നിങ്ങളുടെ ശ്രീദേവി? കറക്റ്റ് അല്ലേ? അല്ല രജനി, അത് ഞാൻ തന്നെയാ. ഇത് വലിയ ഡിസ്റ്റാണല്ലോ. സിനിമയിലാണെങ്കിൽ നായികയുടെ മുഖം വെള്ളത്തിൽ കാണിക്കുക. അതെല്ലാം പഴയ ട്രെൻഡാ രജനി. കാണാൻ നല്ല രസമുണ്ടല്ലേടി. നോക്ക്, അവന്റെ ഡ്രസ് കണ്ടില്ലേടി? സംശയിക്കണ്ട, ഇവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേടി? അവൻ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ബെറ്റ് വെക്കുന്നു? അതെ അതെ അതെ. ആരാ ആരാ? നമസ്കാരം ഡോക്ടറെ. അമ്മ ഗ്യാസ് വന്നിട്ടുണ്ട്. ഗ്യാസോ? ദൈവമേ, ഈ ഗെറ്റപ്പെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ. കണ്ടതിലും വളരെ സ്മാർട്ട് ആയിട്ടുണ്ടെന്ന്. ഇയാളെ റെഡിയാണ്. ഞാൻ പ്രേമിച്ചേനെ. എന്താ ഞാൻ പ്രേമിച്ച എന്താ കുഴപ്പം? മനസ്സിലാരാണോ? ആ കാണാം കാണാം. അവൻ നിന്നെ പ്രേമിച്ച ഞാൻ എന്താ നോക്കി നിൽക്കൂ? നിന്നെ പ്രേമിച്ച് ഞാൻ നോക്കി നിൽക്കൂ? പിന്നേടി ആളെ അയച്ച് മനുഷ്യരെ കളിയാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഞാൻ എന്താ ചോദിച്ചത്, എന്താ ചെയ്യുന്നത്? ഡോക്ടർ സാറേ, ഗുഡ് മോർണിംഗ്. അതെ, ഈ പോകുന്ന ആളാരാ? അറിയില്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാ. നീ കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് TV ഒക്കെ കാണണ്ടേ? ഓ അങ്ങനാണോ? അമ്മേ, കൊറിയർ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. ഒന്ന് നിർത്ത് കമലെ. ഈ പ്രേമിക്കുന്നവരൊക്കെ എന്തിനാ ആഗ്രഹമുള്ള താജ്മഹൽ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കുന്നത്? കേരളത്തിൽ പ്രേമത്തിന് ചിഹ്നമൊന്നുമില്ലേ? അല്ല അയ്യപ്പന്റെയോ ആദിശങ്കറിന്റെ പ്രതിമ വാങ്ങി കൊടുക്ക്. അവർക്ക് വേണ്ടി അമ്പലം തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് അവരൊക്കെ എപ്പോഴാ പ്രേമിച്ചത്? ആ അയ്യോ, കണ്ടില്ലേ അവന്റെ കയ്യിലിരിക്കുന്ന താജ്മഹലും സ്റ്റൈലും കണ്ട സൽമാൻ ഖാനെ പോലെയുണ്ട്. അല്ലടി, ഷാരൂഖ് ഖാനെ പോലെ. ചേരിപ്പൂരി അടിക്കും. ഓടി. ദേഷ്യപ്പെടുമ്പോഴും ആളെന്ത് സുന്ദരനാണെന്ന് കണ്ടില്ലേ? അല്ല ഡോക്ടറോ, എപ്പോഴാ അമേരിക്കക്ക് പോന്നേ? ജോലി ചെയ് ചേച്ചി.
വാച്ച്മാൻ എന്തിനാ ഈ സെയിൽസ്മാൻമാരെ ഞാൻ വിചാരിച്ചു കണ്ണ നില്ല ഒന്ന് പോ ആന്റി. എന്നെ കണ്ട പാവ വയ്ക്കുന്നതിനെ പോലെയാ. എന്താ അവൾക്കും എന്നെ കണ്ട അറിയില്ല, ആന്റിക്കും അറിയില്ലല്ലേ? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. വാ. ആർക്കാ ഇത്? ആന്റിക്കും അങ്കിളിനും